ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഗൈസ്. തിങ്കളാഴ്ച അറിയാമല്ലോ, ഞാൻ ജോലിക്ക് കൂലിക്കൊന്നും പോകാത്തതുകൊണ്ടിരിക്കും നല്ല സമയമുണ്ട്. ഞാൻ രാവിലെ ഇവിടെ അപ്പം ചുട്ടു. എൻ്റെ അപ്പം കണ്ടില്ലേ, അപ്പം ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം. ഇവിടെ രാവിലെ ഞാൻ കുറേ ജോലി അങ്ങ് എത്തിച്ചേട്ടോ. ഒരു ജോലിയില്ലാത്തവർക്ക് കുറച്ച് ജോലി കൊടുക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് ചക്കക്കുരു, സവാള അതൊക്കെ തൊലിച്ച് വയ്ക്കാൻ. അതിൻ്റെ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു കേസ്. ചൂട് 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 ഇച്ചിരി ബിരിയാണി ചോറ് പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി അതാണ് ഇന്നത്തെ ഫുഡ്. നമ്മൾ വൈകുന്നേരം എവിടെ പോവും? ആര്യ ദയാലിൻ്റെ ഗാനമേള കേൾക്കാൻ പോവും. കടയ്ക്കൽ അങ്ങ് എത്തിപ്പെടുമെങ്കിൽ പോവും. നാളെ ഒരു ദിവസം കൂടി ഉള്ളത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോകും. പിന്നത്തെ വിശേഷങ്ങളെല്ലാം വഴിയെ കാണിച്ചു തരാം. സാധനം വാങ്ങിക്കൊണ്ട് വന്നതൊക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, എടുത്തൊന്നും വെച്ചില്ല. ഇനി ഇതെല്ലാം അരിഞ്ഞ് വർക്ക് സെറ്റാക്കി വെക്കണം. ഇനി 3 ദിവസത്തേക്ക് ഡ്യൂട്ടി അമ്മയ്ക്കാണ്. അതുകൊണ്ട് എൻ്റെ അപ്പം തിരിച്ചിരട്ടെ ഗൈസ്, എടുക്കട്ടെ. എനിക്ക് ജാനസും നടുക്ക് ഒന്നും ഇല്ലാത്ത അപ്പമാണ് ഇഷ്ടം. നമ്മുടെ അപ്പം അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിന്റെ ഈ അമ്പലത്തിൽ ഉത്സവമൊക്കെ മിസ്സാവും കേട്ടോ. എല്ലാം എനിക്ക് 4, 5, 6 ട്രെയിനിങ് ആണ്. നമ്മുടെ കണ്ടക്ടർ ട്രെയിനിങ് ആണ്. മറ്റ് ട്രെയിനിങ് വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇനി 4, 5, 6 രാവിലെ 6 മണിക്ക് കിഴക്കോട്ട ഡിപ്പോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. 13 പേരുള്ളതിൽ 16 പേരുണ്ട്. 2 പേർക്ക് കഴിഞ്ഞു. 2 പേരുടേത് കണ്ടക്ടർ മാത്രമായതുകൊണ്ട് കഴിഞ്ഞു. നമുക്ക് ഡ്രൈവേഴ്സിനുള്ളതുകൊണ്ടായതുകൊണ്ട് ഡ്രൈവറുടെ കഴിഞ്ഞിട്ടേ കണ്ടക്ടർ ട്രെയിനിങ് ഉള്ളൂ. അതാണ് നമ്മൾ ലേറ്റ് ആയി പോയി. ഇപ്പോൾ 2 പേർക്ക് കഴിഞ്ഞു. ബാക്കി 13 പേരുണ്ട്. 13 പേരിൽ ദൂരമുള്ളവരൊക്കെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും രാവിലെ വന്നു പോയി നിൽക്കുക. ഇവിടെ ബസ് ഞങ്ങളവിടെ ആണെങ്കിൽ കുഴപ്പമില്ല. രാവിലെ 5:30 കിഴക്കേക്കോട്ടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടുന്ന് ബസ് കുറവാണ്, രാവിലെ ട്രെയിനേ ഉള്ളൂ. അപ്പം ഞാനും മറ്റേ പത്തനംതിട്ടയുള്ള ശ്രുതിയുണ്ട്, പിന്നെ അഞ്ജലി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് എറണാകുളം. അപ്പം ഞങ്ങളെല്ലാം കൂടെ അവിടെ ഒരു 6 പേര് ചേർന്നിട്ട് അവിടെ റൂം എടുത്ത് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിലവിൽ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പം 6 മണിക്കാണ് നേരത്തെ കയറിക്കഴിഞ്ഞാൽ നേരത്തെ ഏത് റൂട്ടാണോ നമുക്ക് കിട്ടുന്ന റൂട്ടിലെ ഇതുപോലെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേർക്ക് കേക്കേക്കോട് ഡിപ്പോ ആണ്. പിന്നെ കുറച്ച് പേർക്ക് നമ്മുടെ എന്താണ് വികാസ് വാല ഡിപ്പോ. പിന്നെ കുറച്ച് പേർക്ക് നമ്മുടെ ഏതാണ്ട് മലയങ്കിഴി നീതുവിൻ്റെ ഒക്കെ സ്ഥലം ആ ഡിപ്പോയുടെ പേരെന്തിന് പാപ്പനംകോട് ഡിപ്പോ. അപ്പം എനിക്ക് പാപ്പനംകോട് ഡിപ്പോയിൽ കിട്ടി കഴിഞ്ഞാൽ നൈസിന് അവളെ തപ്പി അവിടെ നിന്നേ. എനിക്ക് എന്തായാലും ഇങ്ങോട്ട് കേൾക്കൊണ്ടിരിക്കും. പക്ഷെ എളുപ്പമാണ്, പോയി വരാനൊക്കെ എളുപ്പം. പക്ഷെ ബസ്സില്ലാത്തതിന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നാണെങ്കിൽ രാവിലെ നല്ല 5:30 ഫസ്റ്റ് ബസ്, പിന്നെ ബസ്സൊക്കെ ഉണ്ട് 5 മണിക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ആണെങ്കിൽ പോയി വരാം, പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇത് ഇവിടുന്ന് 6:10 അങ്ങണ്ടേ ഉള്ളൂ ബസ്, KSRTC. പിന്നെ 5:30 കണ്ട ഒരു പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ. അപ്പം എന്തായാലും അവിടെ നിൽക്കുന്നതാണ് സേഫ്. വന്നും പോയി നമ്മൾ കണ്ടക്ടർ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിൽ കണ്ടക്ടർമാരുടെ ബസ്സിൽ കൂടെ പോയി ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുക, എങ്ങനെയാണ് ആ മെഷീൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ ഫുൾ ടൈം നമുക്ക് ഡ്യൂട്ടി കാണും. തിരക്കുള്ള സമയത്ത് നമ്മളെ കൊണ്ട് കൊടുപ്പിക്കത്തില്ല. തിരക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കൊടുപ്പിച്ചിട്ട് ബാക്കി എങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇപ്പം എല്ലാം ഗൂഗിൾ പേ ആണ്. ആ മെഷീൻ എല്ലാം ഗൂഗിൾ പേ എടുക്കുന്നുണ്ട്, കാർഡ് എടുക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ കുറേ സെറ്റപ്പുകളുണ്ട്. ക്യാഷ് മാത്രമല്ല, ക്യാഷ് വളരെ കുറവായിരിക്കും. പിന്നെ എളുപ്പമായിരിക്കും, കാരണം ഇതിൻ്റെയൊക്കെ പ്രിന്റ് ഔട്ട് അത് തന്നെ ബ്രഷീൽ തന്നെ എടുക്കാൻ പറ്റും. ക്യാഷ് കൗണ്ടിങ് വളരെ കുറവായിരിക്കും. അപ്പം അതിൻ്റെ പണി കുറവാണ്, എന്നാലും പഠിക്കണമല്ലോ ഇതിൻ്റെ സെറ്റപ്പൊക്കെ. കാരണം ഡ്രൈവർ കം കണ്ടക്ടറാണ്. ഒരു റൂട്ട് ഡ്രൈവിംഗ് ആണെങ്കിൽ തിരിച്ച് കണ്ടക്ടർ ആയിരിക്കും, അങ്ങനെയായിരിക്കും. അതുകൊണ്ട് രണ്ടും പഠിച്ചിരിക്കണം. അപ്പം എന്തായാലും ഫസ്റ്റ് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ജാനൂസിന് സ്കൂളിൽ വരണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറും കൂടെ സെറ്റാക്കിയ ശേഷം അവിടെ ബാക്കി വിഷയമൊക്കെ വെക്കാം. അപ്പോൾ എൻ്റെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചിക്കൻ കറിയല്ല റോസ്റ്റ് പോലെ ആക്കി കേട്ടോ. ചക്കക്കുരു കിടന്നു കേട്ടോ, കുറച്ച് ചക്കക്കുരു അതിനെടുത്ത് അവിച്ച് ഷേക്ക് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉത്സവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് ധ്യാനോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ധ്യാനോസ് എന്നും അല്ലെങ്കിൽ 9:10 ആകുമ്പോൾ നമ്മൾ ഓടും. 9:20 ബസ് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് ആക്കിയിട്ടേ പോകും. എന്തൊരാശ്വാസം, ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം എന്നറിയാൻ പോലെ. അപ്പോൾ ഞാൻ മറ്റന്നാൾ പോകാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ തിരുമ്മി ഫ്രീസറിൽ വെച്ച് കൊടുക്കും. അമ്മയ്ക്കെല്ലാം സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇതാ നമുക്ക് പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് ടിന്നിലാക്കി ഞാൻ വെക്കും കേട്ടോ. ഇനി കുറച്ച് അരിയാവുണ്ട്, ഇതും കൂടെ അരിഞ്ഞ് സെറ്റാക്കി രാവിലെ എനിക്കാ ഓടുന്നിടത്ത് വേവിക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അതും രാവിലെയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഈ പാടായതുകൊണ്ട് ഞാനെല്ലാം അരിഞ്ഞൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാം ആക്കിയിട്ട് തന്നെ അരിഞ്ഞ് വയ്ക്കും, രാവിലെ എടുക്കും, കറി വയ്ക്കും എന്നുള്ളതാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുത്ത് തേങ്ങയും തിരുവാനൊക്കെയാണ് പാടമ്മേ. അതൊക്കെ സെറ്റാക്കി ചക്കൂര് കൂടി ഇരിക്കുന്നേ ഉള്ളൂ കേട്ടാ, ഞാൻ അവിച്ചില്ല. ഞാനതിലൊന്ന് അരിഞ്ഞ് വെക്കട്ടെ. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി കഴിക്കട്ടെ. ഇപ്പോൾ ധ്യാനോസിനൊക്കെ സ്കൂളിൽ നേരത്തെ വിട്ട്, നാളെ ആറ്റുകാൽ പൊങ്കാലല്ലേ, നേരത്തെ സ്കൂൾ വിട്ടു. സ്കൂൾ വിട്ട് നേരത്തെ വന്ന് ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. മണി 2 കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. കാറിലും ബൈക്കിലോട്ട് പോയി. ഞങ്ങൾ ആദ്യമേ എത്തിച്ചായിട്ട് ബാക്ക് തന്നെ ഉള്ളൂ. കാരണം ഇവിടെ നിന്ന് ധ്യാനോസിനെ ഇവിടെ ആക്കിയിട്ട് വേണം പോകാനായിട്ട്. എവിടെയാ ദിയലിനെ കാണാനായിട്ട്. അത്രയും തിരക്കിൽ അവനെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. അങ്ങനെ ഞങ്ങളോട് വന്നിട്ട് ബൈക്കുകളിൽ അങ്ങ് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് എല്ലാവരും ബൈക്കിലാണ് പോയത്. അനീഷേട്ടനും അച്ചും വരുന്നുണ്ട്, ചേട്ടനും രേവും വരുന്നുണ്ട്, സഞ്ജുവിനൊക്കെ വരുമെന്ന് പറഞ്ഞ അവസാനം ഒരു കട അടയ്ക്കാൻ പറ്റാത്തവർക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ ചെന്ന സമയത്ത് നല്ല രീതിയിൽ ഇത്രയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി, ഇത്രയും അടുത്ത് നിൽക്കാൻ chica, 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 chica. ഞാൻ ഒരു കാര്യം ചെയ്യാം. പാടാം നമുക്ക്. റെഡി? താമരത്താരോ തേനോ തേന്നിതാവോ മാമഴമുണ്ടോ മല്ലിക്കുഴന്തോ നീനോ മാറി
മുൻമുടിയേറ്റി പൊട്ടിക്കേറും പാടം ഇത് മുല്ലക്കൊല്ലി കുന്നിൻ മേലെ കാവടി നിന്നും വേണം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടുകളിൽ വേണം കാടും മലയും പുഴയും കടന്നു കയറി വരും ഒരു താങ്ക് യു. ലാസ്റ്റത്തെ പാട്ടിലേക്ക് പോവാം നമുക്ക്. എല്ലാരും എഴുന്നേറ്റ്. സാജ, ലെറ്റ്സ് ഗോ. റെഡി? കൈയടിച്ചേ എല്ലാരും. അടിക്കല്ല് കൊത്തു ബുട്ട കലക്കലേ പൽസിന് പല പലക്കത് മിട്ട മേലെ ലോകലേ. അവിടെ തിരക്ക് വെച്ചിട്ട് എന്തായാലും അതിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പാട്ട് കേട്ടപ്പോഴും നടന്നു തുടങ്ങി. നടന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കോളിഫ്ലവറൊക്കെ പൊരിച്ചതൊക്കെ എവിടേക്ക് കൊണ്ടുവന്നൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നേരെ നമ്മൾ ഇറക്കി അങ്ങോട്ടൊക്കെ പോയതാണ്. അങ്ങനെ അവിടെ നമ്മൾ കോളിഫ്ലവറൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് എവിടെയെന്ന് അറിയാൻ 2-3 വാതിലുകളുണ്ടെന്ന് തോന്നി അമ്പലത്തിലേക്ക് കയറാനായിട്ട്. കറക്റ്റ് അല്ലാണ്ട് അറിയത്തില്ല കേട്ടോ. അങ്ങനെ രേവും ചേട്ടനും അശ്വതിയും ചേട്ടനും എല്ലാവരും കോളിഫ്ലവർ വാങ്ങിക്കാൻ കേസ്. അപ്പം ഞങ്ങൾ വാങ്ങിച്ചൊരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് മുറുകൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളും വീട്ടിൽ പോയി കേസ്. ഏകദേശം ഒരു 9:30-10 മണിയാവും. അപ്പോഴത്തേക്ക് നോക്കുക ആയിരത്തിയാലിൻ്റെ വണ്ടിയുടെ ഒക്കെ നിർത്തുന്നത് നിങ്ങൾ പാസ് ചെയ്താൽ പോയേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറി പോയപ്പോഴത്തേക്ക് അവർ പോകുന്നു. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് അവർ മെയിൻ റോഡ് കിളിമാനൂർ വരെ വന്നത് കേട്ടോ. അപ്പോൾ പോകുന്നവർ ഞങ്ങൾ അല്ലാണ്ട് പോകുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നിട്ട് അവർ കാർ എടുത്തിട്ടാണ് വന്നത്. അവരെല്ലാവരും ഞങ്ങൾ കാർ എടുത്തിട്ട് വന്നു. ഞങ്ങളുടെ ബൈക്കിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി ഇവർ സ്കൂട്ടി എടുത്ത് ഞങ്ങൾ പോയി ഫുഡ് അടിക്കാൻ വേണ്ടി ആലങ്കോട് തട്ടുകടയിലേക്ക് പോകുന്ന കണ്ണുകളി കാണുന്ന. അപ്പം ചേട്ടനൊക്കെ ഫ്രണ്ടിലെ കാറിൽ പോയി അശ്വതിയൊക്കെ ബാക്കിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും ബാക്കിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ തട്ടുദോശയും ബെറോട്ടയും ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈയും ആയിട്ട് ആലങ്കോട് ബേഷ തട്ടിയിട്ട് വീടുകളിൽ പോകാനുള്ള പ്ലാനിങ് ആണ്. ആറ്റുകാൽ പൊങ്കാലയാണ് നാളെ. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് അടിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഫുഡ് അടിച്ചിട്ട് വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.